ഹലോ ഡിയേഴ്സ്, ഞാനിത് ഒരു റൈസ് വാട്ടറിൻ്റെ കൊറിയൻ ക്രീം ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ബൗളിൽ കുറച്ച് റൈസ് എടുത്തു. അരിയാണ് എടുത്ത് കുക്ക് ചെയ്യാത്ത അരി. അതെടുത്തിട്ട് ഞാൻ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചു. അതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ സോക്ക് ചെയ്ത വാട്ടർ ഇല്ലേ, അതും പിന്നെ എൻ്റെ വീട്ടിലെ അലോവേറ ജെല്ലും പിന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കുറച്ച് റോസ് വാട്ടറുമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഈ അലോവേറ ജെൽ എന്താ ഇങ്ങനെ മഞ്ഞ കളറായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേറ കുറച്ച് വാടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ യെല്ലോ സാധനം ഞാൻ കളഞ്ഞതാണ്, പക്ഷേ വാടിയതുകൊണ്ടാണ് അതിൻ്റെ ഒരു കളർ ഇങ്ങനെ ആയിപ്പോയത്. പിന്നെ എന്ത് ചെയ്തൊരു കപ്പിൽ ഞാൻ അലോവേറ ജെൽ എടുത്തിട്ട് അതിൽ കുറച്ച് ഞാൻ എന്ത് ചെയ്തു, റൈസ് വാട്ടറിൻ്റെ വെള്ളം ഇല്ലേ, ആ കുതിർത്ത് വെച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി, ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതെനിക്ക് നല്ല രീതിക്ക് ഫ്ലോപ്പായിപ്പോയി. ഞാനില്ലേ യൂട്യൂബിലൊരു ഇതുപോലൊരു നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്, അതായത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് ഒരാഴ്ചയോളം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീം മേക്കിങ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കൊറിയൻ സ്കിൻ ഹാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതുപോലത്തെ ഒരു വീഡിയോ നോക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് ഫ്ലോപ്പായി. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്തത് അതായത് റൈസ് വാട്ടർ, ആ സോക്ക് ചെയ്തിട്ടുള്ള ആ വെള്ളം, അതിലോട്ട് അലോവേറ ജെല്ല്, കുറച്ച് റോസ് വാട്ടർ, പിന്നെ വരുന്നത് ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ആഡ് ചെയ്തത്. നോർമലി അവർ ഇതിൽ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ എൻ്റെ മുഖം കുറച്ച് ഫേസ് എൻ്റെ ടെക്സ്ചർ ഓയിലി ആയതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിൽ സ്കിപ്പ് ചെയ്ത് ഞാൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരു ഓയിൽ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. അപ്പോൾ ഞാൻ അത് മൂന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി ഇതൊരു ക്രീമി ഫോമിൽ വരും. അങ്ങനെയാണ് വേണ്ടത്. എൻ്റെ അവസ്ഥ ഉണ്ട്, പച്ച വെള്ളമായിരുന്നു ഗൈസ്. അതായത് നമ്മളിങ്ങനെ ഓംലേറ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അതുപോലെ എനിക്ക് ഓംലേറ്റിൻ്റെ ഒരു ഇതുപോലെ തോന്നി. പക്ഷെ ഞാൻ കുറച്ച് വാരി മുഖത്തൊക്കെ തേച്ച് കൊടുത്ത് വന്നേ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ കൂടെ ആൾ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും അവിടെ അങ്ങ് നിർത്തിയിട്ടോ. എന്നിട്ട് പിന്നെ എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ പോയി മുഖം കഴുകി കഴിഞ്ഞ് മുഖത്തൊന്നും തോന്നിയില്ല. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നോർമൽ അലോവേറ ജെല്ല് സ്കിപ്പ് ചെയ്തിട്ട്, നമ്മൾ വീട്ടിൽ സ്കിപ്പ് ചെയ്ത് നീ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് മേടിച്ച അലോവേറ ജെല്ലൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ വാവിൻ്റെ അലോവേറ ജെല്ല് എടുത്തിട്ട്, എൻ്റെ നോർമലി ഞാൻ നാടൻ എടുക്കേണ്ട സ്ഥലത്ത് ഞാൻ വീട്ടിലുള്ളത് എടുക്കാറില്ല, വാവിൻ്റെ മീൻസ് മേടിച്ചതാണ് എടുക്കാറ്. ഇന്ന് ഞാൻ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് കൊളായിപ്പോയി, അത് ഫ്ലോപ്പ് ആയിപ്പോയി. അതിനുശേഷം സെയിം ഇൻഗ്രീഡിയൻസ് വൈറ്റമിൻ ഇ ടാബ്ലറ്റും ഈ റൈസ് വാട്ടറിൻ്റെ ഈ വെള്ളവും കൂടെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്തിട്ട്, റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കിത് വിട്ട് കളയാൻ തോന്നിയില്ല. കാരണം എനിക്കെന്താ ഇങ്ങനെ കിട്ടാത്ത, അവർ ലൈവായിട്ട് ചെയ്തിട്ട് അവർക്ക് ക്രീമി ഫോം കിട്ടി, എനിക്ക് മാത്രം എന്താ കിട്ടാത്തതെന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഞാൻ 2 പ്രാവശ്യം ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ഇങ്ങനെ ക്രീമി ആയിട്ട് വന്നു. എനിക്ക് ഭയങ്കര അതിശയിപ്പി. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ നാടൻ ഐറ്റംസ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്. നമ്മൾ കുറച്ചും കൂടെ കെമിക്കൽസോ എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്യണമെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ക്രീമായി വന്നു എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ആ ഒരു ഫോം കാണിച്ചു തരികയെന്ന് ഒരു സെമി ക്രീമി ഫോമിലാണ് വന്നത്. അപ്പോൾ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേത് ഞാൻ അവിടെ വെച്ച് കളഞ്ഞ് വല്ല തലയിൽ എവിടെയെങ്കിലും തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതെടുക്കാൻ തുടങ്ങി കേട്ടോ. ഇതെടുത്തിട്ട് ഞാൻ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നോർമലി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസ്ക് പോലെ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുനിന്ന് നമ്മൾ മാസ്ക് പോലെ പീൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറ്റൂല്ലോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതിങ്ങനെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ 45 മിനിറ്റ് കൂടെ ഞാനിത് ഉണങ്ങാനിട്ടു കേട്ടോ. പക്ഷേ എനിക്കിത് അപ്ലൈ ചെയ്യുമ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് പീൽ ചെയ്തെടുക്കുക അതുപോലെ കിട്ടത്തില്ല എന്ന് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം എനിക്ക് കാര്യമായിട്ട് ഒന്നും സംഭവിച്ചില്ല. കുറേ സമയം വെയിറ്റ് ചെയ്ത്, ഇതാണ് എൻ്റെ അവസ്ഥ. ഒരുമാതിരി കഞ്ഞി വെള്ളമെല്ലാം മുഖത്തായിട്ടുള്ള ഒരു അവസ്ഥയിൽ അതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ കട്ട ഫ്ലോപ്പ് ആയിരുന്നു. ട്രൈ ചെയ്ത് നോക്കണ്ട, ഞാൻ വെറുതെ ഒരു രസത്തിന് ഇവിടെ ഷെയർ ചെയ്താണ്. ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ബൈ.